നല്ല പെർഫോമറെ മാനേജറാക്കി മാറ്റി അതിനുശേഷം അയാളുടെ പെർഫോമൻസും കുറഞ്ഞു, മാനേജ് ചെയ്യാനും കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലെവൽ മാനേജേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം? ഇത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. We are into business consulting and corporate trainings. We have office in Trivandrum, Kochi and Calicut. സോ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ബെസ്റ്റ് പെർഫോമറെയാണ് നമ്മൾ മാനേജറായി മാറ്റുന്നത്, ടീം ലീഡറാക്കി മാറ്റുന്നത്. അതിനുശേഷം അവരുടെ പെർഫോമൻസിൽ കാര്യമായ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇതിനുള്ള ഏറ്റവും വലിയ ഒരു റീസൺ എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മൈൻഡ് സെറ്റിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ ഇന്നത്തെ റെസ്പോൺസിബിലിറ്റി എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ വരെ ടാസ്ക് കംപ്ലീറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഇന്ന് ക്രിയേറ്റ് റിസൾട്ട് എന്നുള്ളതിലേക്ക് എത്തിച്ചേരുക. അതിലേക്കുള്ള മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് ആവശ്യം. അതേ രീതിയിൽ ഇന്നലെ വരെ ബെസ്റ്റ് സെയിൽസ് പെർഫോമർ ആയിരുന്ന വ്യക്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൂടുതൽ ബെസ്റ്റ് സെയിൽസ് പെർഫോമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല പെർഫോമേഴ്സ് മാനേജേഴ്സായി മാറുമ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന ധാരണ, ഇത് ഞാൻ ചെയ്താലേ ശരിയാകും, അവർ ചെയ്താൽ കൂടുതൽ സമയമെടുക്കും, എനിക്ക് ഇതിനേക്കാൾ വേഗതയിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള ധാരണകൾ. ഈ ധാരണകളെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം അവരുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റാണ്. നമ്മൾ അവരെ മാനേജേഴ്സ് ആക്കി മാറ്റിയിട്ട് മാത്രം കാര്യമില്ല. അവർക്ക് വളരെ കൃത്യമായി അവരുടെ റോളും റെസ്പോൺസിബിലിറ്റിയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യണം. അതിലൂടെ അവർക്കൊരു നല്ല മാനേജറായി മാറാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.